പിള്ളേർ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഐ നോ നിങ്ങൾ ഈ ജോക്കറിന്റെ കുപ്പായം കണ്ട് മടുത്തിട്ടുണ്ടാവും. എന്താ ചെയ്യാ, സാരമില്ല, അറിയാലോ ഒറ്റയിരിപ്പിന് ഇങ്ങനെ കണ്ടന്റുകളൊക്കെ എടുത്ത് പോകാറാണ് പതിവ്. വോട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പം ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മളെ ഷൈൻ ടോം ജേക്കബ് ഒരു ഇന്റർവ്യൂവിൽ ഒരു ഇന്റർവ്യൂവിലും അല്ല, നോർമലി റീസെന്റ് ഇപ്പം വന്നിട്ടുള്ള ഏകദേശം ഇന്റർവ്യൂസിലും ആളുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളും ഒരു സ്ട്രക്ചറും ഒക്കെ അങ്ങനെയാണ്. ഓക്കെ, ആള് നോർമലി അങ്ങനെയാണ്. അപ്പോൾ പറയില്ല ഞാൻ നോർമലി ഇങ്ങനെയാണ്. ഇപ്പൊ കുറച്ചായിട്ട് ആള് നോർമലി സംസാരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അവരുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു മൂവിന്റെ പ്രൊമോഷന് വേണ്ടി പോയ സമയത്ത് അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ രണ്ടുപേരും ഷൈൻ ടോം ചാക്കോയും ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു ഫീമെയിൽ ആക്ട്രസ് ഇങ്ങനെ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് ഇവരെടുത്ത് ചാടിയിട്ട് അതിനകത്ത് അവര് ആ ഫീമെയിൽ ആക്ട്രസ് രണ്ട് മെയിൽ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ചാടിക്കേറിയിട്ട് അതെങ്ങനെയാണ് മെയിൽ ആക്ടർ എന്ന് പറയുന്നത്, അവരുടെ പേര് പറയണം. അഭിപ്രായം പറയുന്നതിന് വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഷൈൻ ടോം ചാക്കോ ആണെന്നുണ്ടെങ്കിൽ ആർക്കും അഭിപ്രായം പറയാം. ആ ഒരാള് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താലോ. ഭയങ്കര ഡിസ്കംഫർട്ടാണ് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട്. അത് നോർമലി ഉള്ളൊരു ടോക്കല്ല. ഭയങ്കര അരോഗന്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒബ്വിയസ് ആയിട്ടും ഓപ്പോസിറ്റ് അത് കേട്ട് നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും, സങ്കടം വരും. ഞാൻ പറയാൻ വന്നത് നമ്മൾ എന്താണോ പറയാൻ വന്നത് അത് മറന്നു പോകും. പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും. ഓക്കെ, ആ പല ഇന്റർവ്യൂസിലും ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരാളെ പറയാൻ അനുവദിക്കാണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ കയറി പറയാം. അത് മാറ്റം തന്നെ വേണം. നിങ്ങൾ ഷൈൻ ടോം ബ്രോ, നിങ്ങളത് മാറ്റം തന്നെ വേണം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ സംസാരിക്കുന്ന സമയത്താണ് ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇതുപോലെ പ്രതികരിച്ച് നിങ്ങൾ ഫോണും പറക്കി എറിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എണീറ്റ് പോവില്ലേ? 100% പോകും. ആ ആളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സമയം കേട്ടുന്നു, ദെൻ ഷീ സെഡ് ഫക്ക് ഓഫ് ആൻഡ് എണീച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അനുഭവപ്പെട്ട കാര്യം ഇങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. അതായത് പിന്നെ അതിന് മുന്നേ എനിക്ക് ഫീവർ ആയ സമയത്ത് ഡിസ്ചാർജ് വാങ്ങിയിട്ട് അഭിനയിപ്പിച്ചു. അപ്പൊ അതിൽ ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട് മമ്മൂക്ക 104 ഡിഗ്രി പനി ഉണ്ടായിട്ട് ഡാഡി കൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ആ ഇന്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇവരൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് കാരവൻ പ്രൊവൈഡ് ചെയ്തതും ഇവർ പീരിയഡ്സിന്റെ സമയത്ത് ഒരു മൂവിന്റെ ലൊക്കേഷനിൽ ഉണ്ടായിട്ട് പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള വാഷ്റൂം, ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞപ്പോൾ നമ്മൾ ശരിയാക്കി തരാം, പക്ഷെ രണ്ടാമത് ചോദിച്ചു വാങ്ങുന്നതിൽ അതൊരു കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് അത് എടുത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരതിനകത്ത് പറയുന്നുണ്ട് എനിക്കത് ഭയങ്കര സങ്കടമായി, കാരണം എൻ്റെ ആക്ട്രസിന്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും കരഞ്ഞിട്ടില്ല, പക്ഷെ ഇത് ഭയങ്കര ഹേർട്ടായി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ശരിയായിരിക്കാം, സ്വാഭാവികമാണ്. നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂ മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അഭിപ്രായങ്ങൾ ആർക്കും പറയാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ എന്റെ അഭിപ്രായം പറയുന്നത് നമ്മളാരും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഒരു സ്പേസ് കൊടുക്കണം, അവരെ ഫിനിഷ് ചെയ്യാൻ അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് പറയാം എന്താണോ നിങ്ങളുടെ അഭിപ്രായം. അവരങ്ങനെ മെയിൽ എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവരുടെ പേര് പറയണമായിരുന്നു, കാരണം മെയിൽ ആക്ടർ എന്ന് പറയുമ്പോൾ ഞാനും പെട്ടു, അങ്ങനെ അത് ഫുൾ ചെയ്യാൻ വിടണമെന്ന് പറയുന്നത് കൊണ്ടാണെന്നറിയോ? ചിലപ്പം ഈ ആക്ട്രസ് പറഞ്ഞേക്കാം ഷൈൻ ടോം ചാക്കോ ആണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 100% അവർ പറഞ്ഞേനെ ഞങ്ങൾക്ക് തരുന്നതിന് മുന്നേ പിന്നെ ഇവർക്ക് കാരവൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് ചിലപ്പോൾ പറയാൻ വന്നിട്ടുണ്ടാവാം. അത് പറയാൻ ഇവർ അനുവദിച്ചില്ല, മനസ്സിലായില്ല. അപ്പൊ പറയാൻ അത് ഫുൾ ചെയ്യാൻ വേണ്ടി വിടുക നിങ്ങൾ. ഓക്കെ, അപ്പം ഇവർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ചോദ്യം വരുന്നത് തന്നെ ഒരു ഇതല്ലേ, അത് ഫീമെയിൽ ആക്ട്രസിനെ കൊടുത്തില്ല, അല്ലെങ്കിൽ കുറച്ച് പിന്നെ ചെറിയ രീതിയിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നവർക്ക് മാത്രമേ കാരവൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇവരതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വോയിസ് കണ്ടാൽ മനസ്സിലാവും. ആൻഡ് ഇതൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ വളരെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഐ എം വെരി സോറി, ഇതിപ്പോൾ ആർക്കെങ്കിലും ഹേർട്ട് ആവുന്നത് ഐ എം വെരി സോറി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതൊരു ഫിലിമിന്റെ പ്രൊമോഷനാണ്, ആൾക്ക് വിഷമമായതൊക്കെ സത്യം തന്നെയാണ്. ഇത് ഇവരെ ഇനി അവരുടെ ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യും. ഈ ഒരു ഇൻസിഡന്റ്, ആ ഒരു ഇന്റർവ്യൂ ത്രൂ ഉണ്ടായ ഇൻസിഡന്റ്, ഞാൻ അടക്കമുള്ള ആൾക്കാർ സംസാരിക്കാൻ ഇടയായ ആ ഒരു ഇൻസിഡന്റ് 100% അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, കാരണം അങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്ന ആൾക്കാരിലേക്ക് ഈ ഒരു സാധനം കൊണ്ട് എത്തും. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിൽ ചർച്ച വരുമ്പോൾ എന്തിന്റെ പേരിൽ ചർച്ച വന്നു, ഏത് സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത്, ഏത് സിനിമയിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ സിനിമേന്റെ പേര് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പം ഇതെന്തായാലും ഒരു പ്രൊമോഷനിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബ്രോ,
പ്ലീസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്പേസ് കൂടി റെസ്പെക്ട് ചെയ്യാൻ ഇനിയെങ്കിലും ഉള്ള ഇന്റർവ്യൂസിൽ നിങ്ങൾ ശ്രമിച്ചേ പറ്റുള്ളൂ. കാരണം ഒരുപാട് ഇന്റർവ്യൂസിൽ ആൾക്കാർ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പറയുന്ന രീതിയാണ്. ഓക്കെ, നിങ്ങൾ ഭയങ്കര അറോഗന്റ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഫീൽ ആവുന്നത്, വിഷമാവുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, അത് ഭയങ്കര അറോഗന്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഉള്ള പ്രശ്നമാണ്. അപ്പം അത് കെയർ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മളെ ഇത് മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ കുറിച്ച് എപ്പോഴെങ്കിലൊക്കെ ചിന്തിക്കണ്ടേ അല്ലേ? അവരുടെ ഒരു സ്പേസിനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, അപ്പം സിനിമ എപ്പോഴാണ് റിലീസ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഈ ഒരു പ്രശ്നത്തോടു കൂടി മിക്കവാറും എല്ലാവരും പോയി കാണാനുള്ള ചാൻസ് ഉണ്ട്.